സത്യങ്ങളും അതിശയോക്തി കലർന്ന മറച്ചുപിടിക്കലുകളുമുണ്ട് ഇതിൽ എന്നുള്ളതാണ്. ഇതിൽ എവിടെയാണ് മറച്ചു പിടിച്ചിരിക്കുന്നത്? വളരെ കൗശലം പ്രയോഗിച്ചിട്ടുണ്ട് ഇതിനകത്ത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ മാധു പറഞ്ഞതുപോലെ ഒരു കടഭീതിയിലാണ് നമ്മുടെ സംസ്ഥാനം എന്ന് തോന്നുന്ന പ്രതീതി ജനിപ്പിക്കുന്നുണ്ട്. എനിക്കൊരു ന്യായമായ സംശയമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഒഴിയുമ്പോൾ എത്രയായിരുന്നു നമ്മുടെ കടം? ആ കടത്തിന്റെ കണക്കുകൂടി പറഞ്ഞാലേ ഇത് മനസ്സിലാവും. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ, അതായത് 2011 78,673 കോടി രൂപയായിരുന്നു കടം. 78,673 കോടി രൂപ. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 78,000 കോടി എത്രയായിട്ട് മാറി? 1,57,000 ആയിട്ട് മാറി. 1,57,000 കോടി രൂപയായിട്ട് മാറി. എത്ര ശതമാനത്തിന്റെയാ? ഏകദേശം ഇരട്ടിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതാണ് പറയുന്നത്. ഏകദേശം ഇരട്ടിയായിട്ട് മാറുന്നു. ആ ഏകദേശം ഇരട്ടിയായിട്ട് മാറുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയുക. കാരണം എന്താ? കടം എന്ന് പറയുന്നത് ഈ ധൂർത്തടിക്കാനുള്ള കടമല്ല. അത് ജനങ്ങളുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന പണമാണ്. നോക്കൂ, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിന് ശേഷം 1,57 ഉണ്ടായിരുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അവസാനിക്കുമ്പോഴേക്കും അത് 2.96 ലക്ഷം കോടിയായിട്ട് മാറുന്നു. ഏകദേശം ഇരട്ടിയുടെ വർധനയുണ്ടാവുന്നു. അതിനുശേഷം പക്ഷേ നോക്കൂ, ആ സമയത്ത് നമ്മൾ എന്തിനെ അതിജീവിച്ചു? പ്രളയം കടന്നു വന്ന കാലമാണ് എന്നതുകൂടി ഓർമ്മിക്കണം. പ്രളയം, കോവിഡ് തുടങ്ങിയവ വന്നിട്ട് പോലും സംസ്ഥാനത്തിന്റെ കടമെന്ന് പറയുന്നത് ആ അനുപാതത്തിൽ നിന്ന് കൂടിയിട്ടേയില്ല. അത് കഴിഞ്ഞ് 2.96 ലക്ഷമാണ് 2021 പിണറായി വിജയൻ അധികാരത്തിലെത്തുമ്പോൾ നമ്മുടെ കടം. കണക്കനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ എത്ര വരണം? അതാണ് VD സതീശനും BJP നേതാവും പറഞ്ഞത്. ഇതേ കണക്കാണെങ്കിൽ നേരെ ഇരട്ടിയായാൽ 6 ലക്ഷം കോടിയാവും. പക്ഷെ 6 ലക്ഷം കോടി ആയില്ല. പകരം അത് 5.07 ലക്ഷം കോടിയായി. ഇത് മറച്ചുവെച്ചു. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട, അതായത് 61% മാത്രം വർധനമുണ്ടായിരിക്കുന്നു. കാലാകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കടത്തിന്റെ കാര്യത്തിൽ ഒരു കുറവ് വരുത്താൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വർധനവിന്റെ കാര്യത്തിൽ. ഇനി ഒരു കാര്യം കൂടി പറയാം. കടത്തിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കടത്തിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒന്നുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തെക്കുറിച്ച് കൂടിയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനം എത്രയാ മാധു? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അത് 5.88 ലക്ഷമായിരുന്നു 2014 ഇറങ്ങിപ്പോകുമ്പോൾ. ഇപ്പോൾ എത്രയാണ് നമ്മുടെ വരുമാനം? നമ്മുടെ വരുമാനം കൂടുന്നതനുസരിച്ചാണല്ലോ കടത്തിൻ്റെ വർദ്ധിക്കുന്നത്. എത്രയാ? 14.27 ലക്ഷം കോടിയാണ് നമ്മുടെ വരുമാനം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 1.5 ലക്ഷം കടമുണ്ടായിരുന്നപ്പോൾ അന്ന് 5.88 ലക്ഷമായിരുന്നത്. ഇപ്പോൾ വരുമാനം കൂടുന്നു. എത്ര കൂടി? 14.27 ലക്ഷം കോടിയാവുന്നു. സ്വാഭാവികമായും അതിനനുസരിച്ചാണ് കടത്തിൻ്റെയും കണക്ക് വരുന്നത്. ഇതിവിടെ കൊണ്ട് തീർന്നില്ല. തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ കടഭീതി. ഞാനതിന് കാരണം പറയാം. നമ്മുടെ രാജ്യത്തിൻ്റെ കടം എത്രയാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമോ? ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം 185.9 ലക്ഷം കോടിയാണ് ഈ രാജ്യത്തിൻ്റെ കടം. 185.9 ലക്ഷം കോടി. നമ്മുടെ സംസ്ഥാനത്തിന്റെ കടം എത്ര? 5 ലക്ഷം കോടി രൂപയാണ്. 185 ലക്ഷം കോടി രൂപ. നോക്കൂ, അത് GSDPയുടെ എത്ര ശതമാനമാണെന്ന് അറിയാമോ? GSDPയുടെ 56.2%. GSDPയുടെ 56.2% ദേശീയ കണക്കാണ്. രാജ്യത്തിന്റെ GSDPയും രാജ്യത്തിന്റെ കടവും തമ്മിലുള്ള അനുപാതമാണ് 56.2. 185 ലക്ഷം കോടി രൂപ. ചെറിയ കണക്കാണോ? നമ്മുടെ ഇത് എത്രയാ? ഇപ്പോൾ കണക്ക് പ്രകാരം പറയുന്നത് 33.22%. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിലെ ഏറ്റവും ഉയർന്ന GST റേഷ്യോ ആയിരുന്നു ഇത്. 2001 2002 നമ്മുടെ GSDP റേഷ്യോ എത്രയായിരുന്നു? ഡെപ്റ്റ് GSDP റേഷ്യോ എന്ന് പറയുന്നത് 2002-2003 AK ആന്റണി സർക്കാരിന്റെ കാലത്ത് 39.5%. അത് കഴിഞ്ഞാൽ തൊട്ട് വരുന്ന, അന്ന് കോവിഡ് ഇല്ല കേട്ടോ, അന്ന് ഈ പറയുന്ന വലിയ പ്രളയമില്ല. 2003-2024 വരുമ്പോൾ 40.5%. അത് കഴിഞ്ഞാൽ വരുന്നത് 39.6%. അത് കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്നത് എത്രയാ? 33.2%. ഇതിനെയാണ് ഒരു വലിയ കടഭീതി ജനിപ്പിക്കുന്നു എന്ന മട്ടിൽ വരുന്നത്. ഇനി സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ പോലും 2024-25 കടമെടുത്ത് നോക്കിയാൽ പോലും നമ്മൾ വരുന്നത് 10ാം സ്ഥാനത്താണ്. മൊത്തത്തിലുള്ള കടബാധ്യത നോക്കിക്കഴിഞ്ഞാൽ, GSDP ഡെപ്റ്റ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കാൾ മുന്നിലുള്ള എത്രയോ സംസ്ഥാനങ്ങളുണ്ട്, എത്രയോ കണക്കുകളുണ്ട്. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കണക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കടഭീതി ഉണ്ടാക്കുന്നു. അത് വസ്തുതാവിരുദ്ധമാണ് എന്നതാണ് എൻ്റെ ഒരു ടേക്ക്. തിരിച്ചടവ് ശേഷി കൂടി പരിശോധിക്കുകയാണല്ലോ. തിരിച്ചടവ് ശേഷി